42ാമത്തെ എപ്പിസോഡിക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കഥ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മഹാഭാരതം കഥ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ 10ാമത്തെ അധ്യായത്തിൽ അർജുനൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കേട്ടത്. എന്നാൽ അർജുനൻ്റെ കഴിവുകളെ കുറിച്ചെല്ലാം സംസാരിച്ചില്ലേ? ഉത്തരയ്ക്ക് വേണ്ടി ഉത്തര എന്ന് പറയുന്ന രാജകുമാരൻ ആരുടെയാണ്? വിരാട രാജ്യത്തെ രാജകുമാരൻ്റെ രാജകുമാരനെ ഇവർ ആക്രമിക്കില്ലേ? അപ്പം ആക്രമിക്കുന്ന സമയത്ത് ഇവർ തമ്മിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ കേട്ടുകൊണ്ടിരുന്ന അങ്ങനെ ഇവർക്ക് എല്ലാവർക്കും ഏകദേശം ഐഡിയ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞല്ലോ. അർജുനനാണ് അപ്പുറത്തുള്ള എന്നുള്ളത്, അർജുനനെതിരെയാണ് യുദ്ധം ചെയ്യേണ്ടതെന്നുള്ളത് കിട്ടിക്കഴിഞ്ഞല്ലോ. അപ്പോൾ യുധിഷ്ഠിരൻ പറയണേ, യുധിഷ്ഠിരൻ ആരോടാ പറയുന്നറിയോ? ഉത്തരയോട് പറയണ. മഹാരാജാവ് വിരാടനോട് പറയണേ, രാജാവേ എനിക്ക് മനസ്സിലായി, ആരൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അവർക്ക് എന്തൊക്കെ മനസ്സിലായി എന്നുള്ള കാര്യങ്ങളും എനിക്ക് മനസ്സിലായി. ദ്രോണാചാര്യരും കർണനും ദുര്യോധനയും പോലെ മികച്ച പോരാളികളെ നേരിടാൻ കഴിവുള്ളത് ആർക്കൊക്കെയാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ ഉത്തര തോൽപ്പിച്ചു എന്ന് കേൾക്കുമ്പോൾ, ഉത്തര ആരെയാണ് തോൽപ്പിച്ച? ദ്രോണരെയും കർണനെയും ദുര്യോധനെയൊക്കെ തോൽപ്പിച്ചു എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന്. മനസ്സിലായോ? അങ്ങനെ സർവീറ്റ്യൂഡ് എന്നുള്ള 10ാമത്തെ അധ്യായം കഴിഞ്ഞു. 11ാമത്തെ അധ്യായം യുദ്ധത്തിൻ്റെ കളിയാണ്. ഇനി അങ്ങോട്ട് യുദ്ധമാണ്. 11ാമത്തെ അധ്യായത്തിൻ്റെ പേരാണ് എന്താണ്? വാർണിംഗ് ഷോട്ട്സ്. യുദ്ധത്തിൻ്റെ 3ാമത്തെ ദിവസം, on the 3rd day after the battle, യുദ്ധം കഴിഞ്ഞിട്ട് 3ാമത്തെ ദിവസം വിരാടൻ്റെ രാജ്യസഭയിലേക്ക് കയറി വരുമ്പോൾ വിരാടൻ ഞെട്ടിപ്പോയി. എന്തുകൊണ്ട് ഞെട്ടിപ്പോയ? സിംഹാസനത്തിലെ യുധിഷ്ഠിരൻ്റെ അനുജന്മാരും മറ്റുള്ളവരെയൊക്കെ കയറിയിരിക്കുകയാണ്. അപ്പോൾ വിരാടൻ ചോദിച്ചു, എന്താ സംഭവിച്ചത് ഇവിടെ എന്ന്. അപ്പോൾ ബാക്കിയുള്ള എല്ലാവരും ഞെട്ടിപ്പോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിരാടനെ അവിടുന്ന് പുറത്താക്കി മത്സ്യരാജ്യത്തിലെ രാജാവായി യുധിഷ്ഠിരൻ ഏറ്റെടുത്തു. കാരണം എന്താ പറയുക, വിരാടൻ തോറ്റില്ലേ യുദ്ധത്തിൽ. പണ്ടെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ പരിധികളുണ്ട്, ടെറിട്ടറി എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയാം. ടെറിട്ടറി എന്ന് വെച്ചാൽ എന്താണ്? ഒരു രാജ്യത്തിൻ്റെ ബൗണ്ടറി. എല്ലാ രാജ്യത്തിനും എല്ലാ സ്റ്റേറ്റിനും എല്ലാ ഡിസ്ട്രിക്റ്റിനും എല്ലാ സ്ഥലങ്ങൾക്കും ഒരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറിയിലാണ്, ഈ ബൗണ്ടറിയുടെ ഉള്ളിലുള്ള ഈ ഭൂമിയുടെ ഒരു സ്ഥലമാണ് മാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ പാലക്കാട് എന്ന് പറയുമ്പോൾ പാലക്കാട് ഒരു ജില്ലയുണ്ട്. ആ ജില്ലയിൽ ആ സ്ഥലത്തിൽ ആ പറയുന്ന ബൗണ്ടറിയിൽ താമസിക്കുന്ന എല്ലാ ആൾക്കാരും പാലക്കാട് ജില്ലക്കാരാണെന്ന് പറയും. അങ്ങനെയാണ് നമുക്ക് ഒരു സ്ഥലം ഉണ്ടാവുന്നത്, ടെറിട്ടറി ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ വിരാടൻ്റെ ടെറിട്ടറി മുഴുവനും യുധിഷ്ഠിരൻ കീഴടക്കി. യുധിഷ്ഠിരൻ രാജാവായി. പക്ഷെ വിരാടൻ എന്താ വേറെ നിവൃത്തിയൊന്നും ഇല്ലയെന്ന് മാത്രമല്ല, വിരാടന് ഭയങ്കര സന്തോഷമായി. വിരാടൻ എന്ത് ചെയ്ത് യുധിഷ്ഠിരന് വേണ്ടി തൻ്റെ രാജ്യം മുഴുവനും ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറായി. എന്നിട്ട് വേറൊരു മകളുണ്ട്. ആരെ? വിരാട രാജാവിന് വേറൊരു മകളുണ്ട്. ആ മകളുടെ പേരും ഉത്തര എന്നാണ്. ഉത്തര തന്നെയാണ് മകൻ്റെ പേരും ഉത്തര എന്നാണ്, മകളുടെ പേര് ഉത്തര എന്നാണ് കേട്ടോ. അപ്പോൾ വിരാടൻ പറഞ്ഞു,
തൻ്റെ ഉത്തര എന്നുള്ള മകൾക്ക് അർജുനനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാം എന്ന് വിരാട മഹാരാജാവ് യുധിഷ്ഠിരനോട് പറയണം. അപ്പോൾ വിരാട മഹാരാജാവല്ലല്ലോ, വിരാടൻ്റെ രാജ്യം നഷ്ടപ്പെട്ട പോലെയാണ്. വേറെ വഴിയില്ലാണ്ടായപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ അർജുനൻ പറഞ്ഞേ, എനിക്ക് ഉത്തരനെ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ കഴിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബൃഹന്നള എന്നുള്ള പേരിൽ ഞാൻ ഈ രാജ്യത്തിൽ നിൽക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഉത്തരനെ നന്നായിട്ട് അറിയാമായിരുന്നു. എൻ്റെ മകനുണ്ട്. എൻ്റെ മകൻ്റെ പേരാണ് അഭിമന്യു. ആരുടെ മകൻ്റെ പേരാണ്? ആരുടെ മകനാണ് അഭിമന്യു? അർജുനൻ. അർജുനന് സുഭദ്ര എന്ന് പറഞ്ഞൊരു ഭാര്യ ഉണ്ടായിരുന്നു. സുഭദ്ര എന്ന് പറഞ്ഞ ഭാര്യയിൽ ഉണ്ടായ മകനാണ് അഭിമന്യു. അഭിമന്യുവിൻ്റെ ഒരു രസകരമായ കഥയുണ്ട്. എന്തറിയോ? അത് ഈ പുസ്തകത്തിലില്ല, പക്ഷെ അച്ഛൻ പറഞ്ഞുതരാം കുട്ടിക്ക്. അപ്പോൾ അർജുനൻ സുഭദ്രനെ കല്യാണം കഴിച്ചിട്ട് അഭിമന്യു വയറ്റിലുണ്ടായി. ചെറിയ കുരുന്ന് അഭിമന്യു നമ്മുടെ വയറ്റിൻ്റെ ഉള്ളിലിരിക്കുന്ന സമയത്താണ് അർജുനൻ സുഭദ്രയോട് കുറേ കാര്യങ്ങളിങ്ങനെ പറയും. ഭർത്താവ് ഭാര്യയുടെ ജോലിക്കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് അന്നത്തെ കാലത്ത് വളരെ സാധാരണമായിരുന്നു. സ്ത്രീകൾക്ക് അത്രയും വളരെ അധികം പ്രാധാന്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന സമയത്ത് അഭിമന്യുവിൻ്റെ അടുത്ത് ചക്രവ്യൂഹം എന്ന് പറഞ്ഞൊരു യുദ്ധതന്ത്രമുണ്ട്. ആ യുദ്ധതന്ത്രത്തിനെ കുറിച്ച് അഭിമന്യുവിൻ്റെ അടുത്തല്ല, സുഭദ്രയോട് അർജുനൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ അഭിമന്യു ഇതൊക്കെ കേൾക്കുവാണ്. അത്ര ഇപ്പം പറയുന്നുള്ളൂ. ബാക്കി ഇതിൻ്റെ രസകരമായ കഥകൾ ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ കുട്ടിക്ക്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഈ ഉത്തരനെ വിവാഹം കഴിക്കാൻ എന്നെക്കാട്ടിലും ചെറിയ പ്രായം കൊണ്ടും എല്ലാം കൊണ്ടും അഭിമന്യു എന്ന് പറയുന്ന എൻ്റെ മകനാണ്. ഞാൻ അവളെ എൻ്റെ മരുമകളെ പോലെ കാണാൻ പറ്റും എന്നാണ് അർജുനൻ പറഞ്ഞത്. 13 കൊല്ലത്തെ വനവാസം കഴിഞ്ഞ ശേഷം അഭിമന്യുവിനും ഉത്തരയ്ക്കും തമ്മിലുള്ള വിവാഹം നമ്മൾ നടത്തും. വിവാഹം അത് 13 കൊല്ലം കഴിയാറായില്ല. ഇനിയിപ്പോൾ ഏകദേശം കുറച്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ. എന്നിട്ട് നമ്മൾ മറ്റ് രാജകുമാരന്മാരെയൊക്കെ നമുക്ക് വിവാഹത്തിന് ക്ഷണിക്കാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ ഇത് കഴിഞ്ഞു. എന്താണ്, വനവാസത്തിൻ്റെ 13 കൊല്ലം കഴിഞ്ഞുകൊണ്ടാണല്ലോ ഇവർ യുധിഷ്ഠിരൻ രാജാവായിട്ട് അവിടെ കയറി ഇരുന്നത് തന്നെ. അപ്പോൾ കഴിഞ്ഞപ്പോൾ അഭിമന്യുവിൻ്റെയും ഉത്തരയുടെയും വിവാഹം തീരുമാനിച്ചു. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആളാരറിയോ? ആരാണ് അർജുനൻ്റെയും അഭിമന്യുവിൻ്റെയും ഉത്തരയുടെയും കല്യാണത്തിന് വരാൻ പോണ ഏറ്റവും വിശിഷ്ട അതിഥി ആരാണെന്ന് അറിയണ്ടേ? നമുക്കത് അടുത്ത എപ്പിസോഡിൽ കാണാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ കഥ കേട്ട് തുടങ്ങിയ ഉടനെ തന്നെ ഉറങ്ങി. രാത്രി ഒരുപാട് വൈകുകയും ചെയ്ത സ്ഥിതിക്ക്, കുട്ടി ഉറങ്ങിയ സ്ഥിതിക്ക് നമുക്ക് അടുത്ത എപ്പിസോഡിൽ അഭിമന്യുവിൻ്റെയും ഉത്തരയുടെയും വിവാഹ ചടങ്ങുകൾ എങ്ങനെയാണെന്നുള്ളതും വിവാഹത്തിൽ ആരാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്നും പ്രധാനപ്പെട്ട ആൾക്കാർ ആരൊക്കെയാണ് പങ്കെടുക്കാൻ പോകണമെന്നുള്ളതും നമുക്ക് അടുത്തതിൽ നോക്കാം. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദിയുണ്ട്. നമസ്കാരം.